1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. പുള്ളിപ്പാടം വില്ലേജ് പരിധിയിൽ ചട്ടങ്ങൾ ലംഘിച്ച് ക്രമവിരുദ്ധമായും ഒരേ ഭൂമിക്ക് നിരവധി പട്ടയങ്ങളുണ്ടെന്ന ആരോപണവുമായി മലപ്പുറം സ്വദേശി കുമ്മാളി ഹരിദാസൻ രംഗത്ത്. ജില്ലാ കളക്ടർ, നിലമ്പൂർ തഹസിൽദാർ, റവന്യൂ, വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഹരിദാസൻ നിലമ്പൂരിൽ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പുള്ളിപ്പാടം വില്ലേജിൽ 1/1 സർവേ നമ്പറിൽപ്പെട്ടതും ചാലിയാർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെട്ട ഭാഗത്തുമുള്ള 7 ഏക്കർ സ്ഥലത്തിന് നിലവിൽ 4 പട്ടയങ്ങളാണുള്ളത്. അതിനാൽ തന്നെ ഈ ഭൂമി യഥാർത്ഥത്തിൽ ആരുടേതെന്ന് വ്യക്തമല്ല. 1782 നമ്പർ ആധാരത്തിൽ 106 ഏക്കർ സ്ഥലമുണ്ടെങ്കിലും നിലവിൽ 41.87 ഏക്കറിന് മാത്രമാണ് ആധാരമുള്ളത്. അതിനാൽ അടിയന്തരമായി ഈ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി യഥാർത്ഥ ഭൂവുടമകൾ ആരെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തണം. മൈക്കിൾ കുരുവിളയുടെ കയ്യിൽ നിന്നും 7 ഏക്കർ സ്ഥലം താൻ വിലയ്ക്ക് വാങ്ങി അഡ്വാൻസായി 10 ലക്ഷം രൂപയും നൽകി. ഇതിനിടയിൽ ഭൂമിയുടെ അവകാശവുമായി ഫ്രാൻസിസ് അഗസ്റ്റ്യൻ രംഗത്ത് വന്നു. പിന്നീട് ബോണി ഓണാട്ട് എന്നിവരും ഈ ഭൂമിയുടെ പട്ടയവുമായി പുള്ളിപ്പാടം വില്ലേജ് ഓഫീസിലെത്തി. ഇവരുടെ പൂയത്തിൽ അതിർത്തി പറയുന്ന വ്യക്തിക്ക് ഇവിടെ സ്ഥലത്തിന് പട്ടയം ലഭിച്ചത് 2008-ലാണ്. ഇത് പരിശോധിച്ചാൽ തന്നെ ഈ പട്ടയങ്ങൾ സംശയനിഴലിലാണ്. വർഷങ്ങളായി നികുതി അടയ്ക്കാത്ത ഭൂമിയായതിനാൽ വില്ലേജ് അധികൃതർ നികുതി സ്വീകരിച്ചില്ലെന്നും ഹരിദാസ് പറഞ്ഞു. മഞ്ചേരി ലാൻഡ് ട്രിബ്യൂണലിൽ നിന്നുമാണ് പട്ടയങ്ങൾ ലഭിച്ചിട്ടുള്ളതെന്ന് താൻ വിവരാവകാശ പ്രകാരം നൽകിയ ചോദ്യങ്ങൾക്ക് മറുപടിയായി ലഭിച്ച വിവരാവകാശ രേഖയിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പട്ടയങ്ങൾ ഏതു മാർഗത്തിലൂടെ ചട്ടവിരുദ്ധവും ക്രമവിരുദ്ധവുമായി കൈവശപ്പെടുത്തിയെന്നതിൽ അന്വേഷണം വേണം. ഭൂമിയിൽ തർക്കം വന്നതോടെ താൻ നൽകിയ അഡ്വാൻസ് തുക തിരികെ ലഭിച്ചെങ്കിലും തനിക്ക് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. പുള്ളിപ്പാടം വില്ലേജ് പരിധിയിൽ ചട്ടവിരുദ്ധമായും ക്രമലംഘനം നടത്തിയും സ്വന്തമാക്കിയിട്ടുള്ള മുഴുവൻ പട്ടയങ്ങൾ സംബന്ധിച്ചും പരിശോധന നടത്തണം. യഥാർത്ഥ അന്വേഷണം നടത്തിയാൽ അർഹതപ്പെട്ടതിനേക്കാൾ ഭൂമി കൈവശം വെച്ചിട്ടുള്ള ഭൂവുടമകളെയും കണ്ടെത്താൻ കഴിയും. ഒരേ ഭൂമിക്ക് കൂടുതൽ അവകാശികളും പട്ടയങ്ങളും വന്നത് അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. താൻ മാത്രമല്ല മറ്റു പലരും സ്ഥലം വാങ്ങി കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ വീഴ്ച ഇതിൽ വ്യക്തമാണ്. അതിനാൽ തന്നെ റവന്യൂ വിജിലൻസിന് പുറമെ പോലീസ് വിജിലൻസിനും പരാതി നൽകും. ഭൂമിയുടെ സുതാര്യത ഉറപ്പാക്കാൻ കോടതിയെ സമീപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും ഹരിദാസൻ പറഞ്ഞു. ഒരേ സ്ഥലത്തിന്റെ പേരിൽ ഒന്നിൽ കൂടുതൽ അവകാശി രംഗത്ത് വന്ന സാഹചര്യത്തിൽ സ്ഥലം അളന്നു തിരിച്ച് സ്ഥലമുടമയെ ഉറപ്പുവരുത്തിയ ശേഷമേ നികുതി സ്വീകരിക്കൂവെന്ന് പുള്ളിപ്പാടം വില്ലേജ് ഓഫീസർ പറഞ്ഞു. നികുതി അടയ്ക്കാൻ വർഷങ്ങൾ വൈകിയ സാഹചര്യത്തിലാണ് നികുതി സ്വീകരിക്കാതെ നോട്ടീസ് ബോർഡിൽ പരസ്യപ്പെടുത്തിയത്. ഇതേ തുടർന്നാണ് ആക്ഷേപവുമായി ഒരാൾ വന്ന സാഹചര്യത്തിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ തീരുമാനിച്ചത്. അതിനാൽ തന്നെ പരാതിക്കാരനോട് അളന്ന് അതിർത്തി നിർണ്ണയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ വശങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമേ നികുതി സ്വീകരിക്കൂ എന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor.